എടാ പട്ടി ചന്ദ്ര വണ്ടിയിൽ ആള് കയറാ വണ്ടി തട്ടടാ. ഞാൻ ഇറങ്ങിയല്ല, നീ എന്നെ കേട്ടില്ല. പോടാ പുറകെ ഓടി ഞാൻ 2 കിലോമീറ്റർ. അമ്മ ഇന്നലെ അപ്പാപ്പനോട് വാങ്ങിയ സമയം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജോജപ്പ ഉണ്ടായിരുന്നെ നമുക്ക് ഇതിന്റെ വല്ല പാടുണ്ടായിരുന്നാടേ. അങ്ങനെ ഇറക്കി തരാനാ, അങ്ങനെ കേറ്റലും ഇറക്കലും എല്ലാം അങ്ങനെ തന്നെ. നമുക്കൊരു പണിയില്ല. എവിടെങ്കിലും നിൽക്കുവോ? നോക്കിയാ അമ്മക്കുട്ടിയായിരിക്കും. എടാ ഇതേ കപ്പായിട്ടുള്ളവർ കൊടുത്താൽ മതി. കാറിലോ വിളിച്ചോണ്ട് പോയി കാറിലൊക്കെ മാറ്റിയിട്ട് സപ്ലൈ ചെയ്യാം. ഹോൺ അടിച്ച മിക്കവാറും അടിച്ചടക്കും കേട്ടോ ഇവിടെ നിന്ന്. അവരെ ടോർച്ചർ ചെയ്ത കാറിലുണ്ടോ ഒന്ന് ടിക്കറ്റിക്ക് വരാമെന്ന് ചോദിച്ചാൽ അവിടെ പോയിട്ട് വാറിനെന്തോ പോ നിൽക്കുന്നോ തള്ള അടിച്ചിടുന്നേ. ഞാൻ സംസാരിക്കാം. ഹലോ അപ്പാപ്പനെ ഇന്നലെ അമ്മ സീരിയസ് ആയിട്ട് പറയാം. കാറിലോ ഉണ്ടോ ഒറ്റയ്ക്ക്? അല്ല ബാബു ഇത് അപ്പാപ്പനാണ്. അപ്പാപ്പന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കാം. അമ്മായി ഉണ്ടോ ഇവിടെ? ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഇത്. ഇങ്ങോട്ട് വന്നേ, അപ്പാപ്പൻ ഇങ്ങോട്ട് വന്നേ. അപ്പാപ്പന്റെ ഐഡിയ പറഞ്ഞേ. ക്യാഷ് ഓൺ ഡെലിവറി എടുക്കത്തില്ല. ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറി ഒക്കെ എടുക്കണ്ടേ? ക്യാഷ് ഓൺ ഡെലിവറി 204. 204. പാപ്പന്റെ ഐഡിയിലൂടെ ഇനി സിംഗിൾ ആണെന്ന് പറയില്ല, ഒരു ബൊമ്മ കൂടെ ഉണ്ട്. 13 പേര്. ഇന്നലെ അമ്മായി തരാൻ പറഞ്ഞായിരുന്നു ഇന്നലെ. അപ്പൊ ഒന്നും പറ്റൂല. വാറിനൊരു പോണല്ലേ, ക്ഷീണാവും. വേണ്ട അപ്പൊ ഇതിലൊരു 10,000 ചെലവുണ്ടായിരുന്നേ. ഉപയോഗിച്ചെടുക്കൂല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അറിഞ്ഞിരിക്കണല്ലോ. ഇതേ സംഭവം ഇത് രാവിലെ ഇന്ന് ഉച്ചക്ക് തുടങ്ങിയത്. ഉച്ചക്ക് തുടങ്ങിയോ? സെറ്റാണ് ബാബാ. എനിക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു പച്ചക്ക്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ അടി കിടക്കുന്നത് തമ്പുരാൻ അറിയാം. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. മനുഷ്യന്റെ കുഞ്ഞാണ് പാവപ്പെട്ട ഞാൻ ഗേൾഫ്രണ്ട് ഉണ്ടാ ഇല്ലേ? എടാ അപ്പൊ തോമയ്ക്കൊരു ബൊമ്മോട് ബൊമ്മയുണ്ട് തോമയുടെ സൈസിനെ പറ്റിയതായിരിക്കണം. ചെറിയ ബൊമ്മയാ. കരടി അല്ല ഇതേ അത് മറ്റേത് ചെറിയ ബൊമ്മ. ഇതിപ്പോ ആർക്കെങ്കിലും വലിയ ബൊമ്മ വേണമെന്ന് പറഞ്ഞാൽ പുള്ളി ഇറക്കിട്ട് പോകും നമ്മള് അകത്ത്. നീകൻ ബൊമ്മക്കച്ചല്ല ചന്ദ്രനാ. പിന്നെ അവന് പാവല്ലെന്ന് പറഞ്ഞ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വെഡിങ് ബിസിനസിന് ഭയങ്കര കാശുണ്ടാക്കുന്നത് കേട്ടോ. നമ്മളോടൊന്നും പറഞ്ഞില്ല. തോമയ്ക്ക് നമ്മൾ ഏകദേശം 1.5 ലക്ഷം രൂപ കൊടുക്കാതിരിക്കല്ലേ? അച്ഛന്റെ കാശ് കിട്ടാൻ തോമ അച്ഛനെ കണ്ടത്. അതെ നമ്മള് 1-2 ലക്ഷം രൂപ ഉണ്ട് കേട്ടോ തോമ. ഞാൻ അത് കിട്ടിയ ഉടനെ വരാം. ഇന്ന് തരും. ഓക്കെ തോമ. പിന്നെ 2 ലക്ഷം രൂപയും 3 കുപ്പിയും ഹാപ്പി അല്ലേ? ഓക്കെ അപ്പൊ നടക്കട്ടെ. നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ശരി.
ചന്ദ്ര വണ്ടി എവിടെ? ചണ്ട തിരുമോണി നിങ്ങൾ എവിടെ പോയി? വണ്ടിയുടെ മേലെ നിൽക്കായിരുന്ന ചന്ദ്ര വരെ പോവാനും വരെ. ചന്ദ്ര പോവാ കാറിലേക്ക് കൊടുത്താറേ. ഇവിടെ വരെ വന്നിട്ടേ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ കാര്യമായിട്ട്? ഇവിടെ വരെ വന്നിട്ട് ബസ്സും തുപ്പാരെ പോയി. അങ്ങനെ അമ്മക്കുട്ടി വിട്ടുണ്ടോ ഇവിടെ? അമ്മക്കുട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തുപ്പി അറിഞ്ഞു. അല്ല അമ്മക്കുട്ടി പറയാതെ ഇന്ന് വന്ന 5 ബൊമ്മ, ഇന്നലെ വന്ന 5 ഡയറി മിൽക്ക് വാങ്ങിച്ചായിരുന്നു, കിട്ടിയായിരുന്നു എന്ന് ചോദിക്കായിരുന്നല്ലേ. കാരണം ഇവിടെ ഒരു 30,000 ക്ലബിനെ കാഴ്ച വെച്ചിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞ ക്യാഷ് ഉണ്ടല്ലോ ഇതാണ്. അയ്യോ എടാ എന്റെ ഫോണ് നല്ല ലാഗ് കേട്ടാ. ഞാനേ അമ്മക്കുട്ടി അവരെ കച്ചിട്ടാണ് പോയത്. പൈസ ഇറക്ക ഒരു പീരീഡ് ഒരു ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ 1 ലക്ഷത്തിന്റെ ഇങ്ങോട്ടാ നീ നോക്കട്ടെ. അവന്റെ ബാങ്ക് കീറിയിരിക്കട്ടെ. വന്നപ്പോ വണ്ടി അല്ല ഞാൻ എവിടെ പൊട്ടെ വണ്ടിട്ട് സിനിമനെ സേഫ്ഡ് വണ്ടി പോലെ പോലെ എടാ സുനിമൻ അവനെവിടെ? മര്യാദക്ക് പറഞ്ഞ വണ്ടി ബെല്ലിട്ടാണോ വാറ്? ഹലോ ഇവരും ബെല്ലേട്ടാണോ വാറ്? ഇവരും ബെല്ലാരിയായിട്ടാണ് വരുന്നത്. ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഞാൻ ഇൻഫർമേഷൻ വിളിച്ച് കൊടുക്കാം. അലീനെ വിളിച്ചാറേ. അങ്ങനെ പറയില്ല, നാച്ചുറൽ ആയിരിക്കും. ഞാൻ വിളിച്ച് കാണിച്ചു തരാം. ഞാൻ പറയട്ടെ ബാബു. ചന്ദ്ര നീ നാച്ചുറൽ ആയിട്ട് പറയാം, ഞാൻ നാച്ചുറൽ ആയിട്ട് പറയാം. ഒരിക്കലും നമ്മളിത് അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിക്കില്ല അവര്.